ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് ശോഭികയിലാണ്. ശോഭിക നമ്മുടെ കാസർഗോഡ് വന്നിട്ട് ഏകദേശം 1 മാസമായി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ശോഭിക തന്നെ പർച്ചേസ് ആക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ശോഭികയിൽ പോയി ഗൈസ്. ഭയങ്കര തിരക്കായിരുന്നു. പുതിയ ഷോപ്പാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും എല്ലായിടത്തും. പിന്നെ നമ്മുടെ കാസർഗോട്ടെ ശോഭിക ഉണ്ടല്ലോ, കാണേണ്ടത് തന്നെയാണ്. അതിവിശാലമായ ഷോറൂം എന്നെല്ലാം പരസ്യത്തിൽ നമ്മൾ കാണലുണ്ടല്ലോ, അതിനേക്കാളും ഒന്നും കൂടി മെച്ചമുള്ളൊരു ഷോറൂമാണ് നമ്മുടെ കാസർഗോട്ടുള്ള ശോഭിക. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തത്. ഇവിടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും അതേപോലെ സാരി കളക്ഷൻസ്, അതേപോലെ ബ്രൈഡൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പല കളക്ഷൻസും ഉണ്ട്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് വന്നു. ഇത് ബർത്ത്ഡേ രാത്രിയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം 12 മണിയാവുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടും ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. 12 മണിയാവാൻ കാത്തിരിക്കുകയായിരുന്നു ദീദിമാരും, അതേപോലെ തന്നെ എൻ്റെ മമ്മി, അതേപോലെ എൻ്റെ ബന്ധുക്കൾ, പിന്നെ പപ്പാൻ്റെ ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരും ഫോൺ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കുഞ്ഞോക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. വേറെ കുറേ സെലിബ്രേഷനും കുറേ ഫങ്ഷനും ഒന്നുമില്ല. ഈ ഒരു ഫോണ് വിളിക്കലും പിന്നെ ബർത്ത്ഡേ ആശംസ അറിയിക്കൽ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ ഫോണിലും ഫോൺ വിളിച്ചുകൊണ്ടേ ഉണ്ട്. എൻ്റെ ഫോണിലും ഹസ്ബൻഡിൻ്റെ ഫോണിലും പിന്നെ അങ്ങനെ ഫോണെല്ലാം വന്നുകൊണ്ടുണ്ട് ഗൈസ്. അപ്പോൾ ദീദി ഫോൺ വിളിച്ചിട്ട് ബർത്ത്ഡേ വിഷസ് എല്ലാം അറിയിച്ചു. അവിടുന്ന് പാട്ടെല്ലാം പാടുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ദീദിമാർ 2 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഭയങ്കര ടെൻഷനിലും ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു എൻ്റെ ചെറിയ മോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഓളെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ആളും മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട്, അതേപോലെ തന്നെ ഓൾ റിപ്ലൈ കൊടുത്തോണ്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ വലിയ മോൾ ഫോൺ വിളിച്ചുകൊണ്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ചെറിയ മോൾ വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ മോൾ വിളിച്ചിട്ട് കട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും ഫോൺ വിളിച്ചുകൊണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷമുണ്ടല്ലോ ഈ ഫോൺ വിളിയാണ്. അങ്ങനെ ഫെബ്രുവരി 25-ാം തീയതി വന്നു ഗൈസ്. കേക്കെല്ലാം കട്ട് ചെയ്തു. നല്ല ഐസ്ക്രീം കേക്കായിരുന്നു, ഫുള്ള് നട്സൊക്കെ ആയിട്ടുള്ള അടിപൊളി ഐസ്ക്രീം കേക്ക്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചെറിയ മോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ മോൾ വന്നു. ഏകദേശം 2-2:30 മണിയാകുമ്പോൾ വലിയ മോൾ ഹോസ്റ്റലിൽ നിന്ന് എത്തി. കേക്കെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ഫങ്ഷനും കഴിഞ്ഞു. പിന്നെ ആരില്ല, നമ്മൾ മാത്രം. നമ്മൾ വീട്ടിലെ ഫങ്ഷൻസെല്ലാം ഉണ്ടല്ലോ, ഇതേപോലെ ഞങ്ങൾ 5 ആൾക്കാർ ഉണ്ടാവും, അല്ലെങ്കിൽ 4 ആൾക്കാർ. ഇപ്പോൾ ഹോസ്റ്റലിൽ മക്കളെ പിന്നെ മക്കളെയും കിട്ടുന്നില്ല. നോമ്പെല്ലാം തുറന്ന പിന്നെ ഈ കേക്കും അവർ കഴിച്ചു. കാരണം രാവിലെ ഹോസ്റ്റലിലേക്ക് പോകാനുണ്ട്. നോമ്പായാൽ പിന്നെ ഇത് കഴിക്കാനൊന്നും പറ്റില്ല. ഇനി ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അവർ ഐസ്ക്രീമും കഴിച്ചു. ഐസ്ക്രീം കേക്കാണ്, അത് കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഫോട്ടോസ് കുറച്ച് മുമ്പേ എടുത്തു, ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ ഫോട്ടോസ് എല്ലാം എടുത്തു. ഞാൻ ഓർഡർ ബൈ ഓർഡറായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നതാണ്. ഓരോ സമയത്ത് എടുത്ത വീഡിയോ ആയെങ്കിലും എല്ലാം ഒന്നിച്ച് ഇങ്ങനെ ഇടുന്നതാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി നോമ്പ് തുറന്നു. നോമ്പ് തുറക്കും ജ്യൂസും ഫ്രൂട്ട്സും അതേപോലെ സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 8-8:15 അപ്പോഴാണ് 2ാമത്തെ മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറിയ മോളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ ഫുഡ് കഴിക്കാൻ പോയി. വൈകുന്നേരം ആകുമ്പോൾ തന്നെ ചെറിയ മോൾ പറഞ്ഞുകൊണ്ടുണ്ട്, മമ്മ നേഹാക്ക് ഫുഡ് കഴിക്കാൻ പൈസ കൊടുത്തേക്കമ്മ, എൻ്റെ ഭണ്ഡാരത്തിൽ കുറേ പൈസ ഉണ്ട്, പപ്പാനോട് അത് എടുത്തിട്ട് അയക്കാൻ പറയും, നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എന്നൊക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പറയും. എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്നു. ഓക്ക് ദീദി ഇല്ലാണ്ട് എന്തോ പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ എല്ലാം അയച്ചു മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കിങ്ങനെ വരുന്നു യാതൊരു വിചാരവും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സർപ്രൈസായി. അങ്ങനെ ജംഗ്ഷൻ 14-ലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. ഇതൊരു പുതിയ ഹോട്ടലാണ്. അവിടെ കുറേ ടൈപ്പ് ഫുഡ് കിട്ടും. ഇതൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ടത് മുതൽ ചറുമുറു, പിന്നെ മസാലപ്പൂരി, പാനിപൂരി, പിന്നെ ചായ, കോഫി, പിന്നെ ബ്രോസ്റ്റഡ്, കുറേ ടൈപ്പുള്ള സ്വീറ്റ്സ് റെസിപ്പി ഉണ്ട്. കുനാഫ പോലെയുള്ള അങ്ങനെയുള്ള പല പല വെറൈറ്റി കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഈ ജംഗ്ഷൻ 14. കുറേ ആയിട്ടില്ല, കുറച്ചേ ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഒന്നാടെ പോകണമെന്ന്. അപ്പോൾ മോളുടെ ബർത്ത്ഡേ വന്നിട്ടാകുമ്പോൾ ഓക്ക് പിന്നെ നിർബന്ധം ആടെ തന്നെ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആടെ എത്തി ഗൈസ്. അടിപൊളിയായിരുന്നു, പറയാൻ വാക്കുകളില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം പോയി ഇരുന്ന്
ആ പോയിരുന്ന സമയത്തേക്ക് ഉണ്ടല്ലോ കുറേ മെനു കാർഡ് കൊണ്ടു തന്ന്. സാധാരണ ഒരു ഹോട്ടലിലേക്ക് പോയെങ്കിൽ ഒരു കാർഡല്ലേ കൊണ്ടു തരുന്നത്. ആടെയുള്ള എല്ലാ ഷോപ്പിൻ്റെ മെനു കാർഡും നമ്മളെ കയ്യിൽ കൊണ്ടു തന്ന്. ഇത് എന്ത് സെലക്ട് ആക്കണം, ഏത് സെലക്ട് ആക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സെലക്ട് ആക്കി. കുറേ കഴിക്കാനൊന്നും നമ്മളെ വയറ്റിൽ സ്ഥലവും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ ജ്യൂസും സ്നാക്സും ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് പോയതില്ല നോമ്പ് തുറന്നിട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്ത് തിന്നെന്ന് പറഞ്ഞെങ്കിലും ആടെ ഹോട്ടലിലേക്ക് പോയിട്ട് എന്ത് തിന്നാണ്ട് കഴിയാലോ. അങ്ങനെ ബ്രോസ്റ്റഡും അതേപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സ് റെസിപ്പി, പിന്നെ ചറുമുറു എന്തുപ്പാ അങ്ങനെ എന്തെല്ലാം കുറച്ച് സാധനമെല്ലാം ഓർഡറാക്കി. ശരിക്കും പറഞ്ഞെങ്കിൽ ഓർഡർ ആക്കാനുണ്ടല്ലോ ഈ കടലാസെല്ലാം വായിക്കുമ്പോഴത്തേക്ക് എന്നെ അവിടെ 1 മണിക്കൂർ എടുക്കും. ഞാൻ കണ്ണാടിയും വെച്ചിട്ട് ഇരുന്നിട്ട് എല്ലാം വായിച്ചിട്ട് മനസ്സിലാക്കി ഇത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതല്ല. പിന്നെ പുള്ളറോട് ചോദിക്കുമ്പോൾ ഓർക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഓർ ഓർഡറാക്കി. അപ്പോഴാണ് ഒരു സംഭവം അവിടെ സംഭവിച്ചത്. മോളുടെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഷോപ്പിൻ്റെ ഓണർ ഓക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുകൊടുത്ത്. ചോക്കോ സ്ട്രോബെറി ഡിപ്പ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്ത്. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഗിഫ്റ്റ് എന്നെല്ലാം പറയലില്ലേ, അതായിരുന്നു ആ ചോക്കോ ഡിപ്പ്. നമ്മൾ എത്ര വില കൊടുത്തിട്ട് കുറേ സാധനം വാങ്ങിയുണ്ടല്ലോ, ഇങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ അത്ര വിലയില്ല. ഇത് നമുക്ക് എന്തോ ഒരു സന്തോഷം തോന്നിപ്പോയി. മോക്കാണെങ്കിൽ നിൽക്കാനും ഇരിക്കാനും കഴിയാത്തൊരു അവസ്ഥ അത് കിട്ടിയപ്പോൾ. അങ്ങനെ അതും കഴിച്ചു. അതെല്ലാവർക്കും ഓളെന്നെ വായിൽ വെച്ചെന്നു ഗേസ്. കുറേ ഷോപ്പുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിയിട്ടൊന്നുമില്ല. കോഫി വാങ്ങി ഒരുത്തുനിന്ന്, പിന്നെ ഒരുത്തുനിന്ന് ചറുമുറു വാങ്ങി, അതേപോലെ തന്നെ ലോഡഡ് ഫ്രൈസ് വാങ്ങി, പിന്നെ ആ മധുരമുള്ള റെസിപ്പി വാങ്ങി. അങ്ങനെ ഓരോ ഷോപ്പിൽ നിന്ന് ഓരോന്നാണ് വാങ്ങുന്നത്. അപ്പം നമ്മൾ വാങ്ങേണ്ട നമ്മുടെ ഇരുന്നാൽ മതി, അവരെന്നെ പിന്നെ എല്ലാം കൊണ്ടുതരും. മെനു കാർഡിൽ നമ്മൾ പറയുമല്ലോ എന്തെല്ലാം വേണമെന്ന്, അവരെല്ലാം നോട്ട് ചെയ്ത് പോയിട്ട് അവരെന്നെ കൊണ്ടുതരും. നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ച സാധനം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. എല്ലാം ഏത് ടേസ്റ്റ് കൂടുതൽ ഏത് ടേസ്റ്റ് കുറവെന്ന് പറയാനൊന്നും കഴിയില്ല, അത്രയും ടേസ്റ്റായിരുന്നു ഈ റെസിപ്പിയെല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ പോയെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും പിന്നെയും പോയി പോകും. ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു നോമ്പെല്ലാം കഴിയണമായിരുന്നു, ഒരിക്കൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണമായിരുന്നു എന്ന് പിന്നെയും വിചാരിക്കുന്നു. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ പിന്നെ എല്ലാം കുറേ കഴിച്ചിട്ട് എനിക്ക് നോമ്പായതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നോമ്പിന് എനിക്ക് മധുരമൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാം കുറച്ച് കഴിച്ചു, എന്നാലും കുറേ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നോമ്പെല്ലാം കഴിഞ്ഞിട്ട് വിശദമായിട്ട് കഴിക്കാനും പോവാനും എല്ലാം അള്ളാഹ് തൗഫീഖായിട്ട് പോകണമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും എല്ലാം ഉണ്ട്. പിന്നെ എല്ലാം അള്ളാൻ്റെ കയ്യിലല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജംഗ്ഷൻ 14 ഇത് ചെർക്കളത്താണ് വരുന്നത്. ഐമാക്സ് ഓഡിറ്റോറിയം ഇല്ലേ, ഏകദേശം അതിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. നല്ല സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരെല്ലാം പോകുന്നുണ്ടെങ്കിൽ മുന്നേ ബുക്ക് ചെയ്യണം. അതായത് ടേബിൾ റിസർവ് ചെയ്ത് അവർ തന്നെ വെക്കും, നമ്മൾ വിളിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വിശേഷം. ഇപ്പോൾ എൻ്റെ പുരയിൽ ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിലും അതേപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ടെങ്കിലും എന്താക്കും അറിയോ, ഓരോ ഹോട്ടലിലും മാറി ഫുഡ് കഴിക്കാൻ പോകും. അപ്പം നമുക്ക് എല്ലാ ഫുഡിൻ്റെയും ടേസ്റ്റ് അറിയും, എല്ലാ ഹോട്ടലത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയും. അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ജംഗ്ഷൻ 14 തിരഞ്ഞെടുത്തത്. സാധാരണ എവറസ്റ്റിൽ പോയിക്കൊണ്ടായിരുന്നു മുമ്പേ എല്ലാം, പിന്നെ ഐഡിയലിൽ പോവും, പിന്നെ ഹോൻചോയിൽ പോവും, അതേപോലെ തന്നെ ചെർക്കളത്തുണ്ട് കുറേ നല്ല ഫുഡ് കോർട്ടെല്ലാം, അവിടെയും പോവും. അങ്ങനെ എല്ലായിടത്തും പോവും. ഇപ്രാവശ്യം ഇവിടെ പോയി. നമ്മൾ പൈസ കൊടുത്തിട്ട് ഫുഡ് കഴിക്കും ശരി തന്നെ, അത് പിന്നെ എല്ലാ ഹോട്ടലിൽ നിന്ന് കിട്ടും. നമുക്ക് ഇഷ്ടപ്പെടില്ല എന്തറിയോ, ഇതിങ്ങനെയുള്ള ഗിഫ്റ്റ് തരൽ, അവരുടെ സ്വഭാവം, നമ്മോട് പെരുമാറുന്ന രീതിയെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിന്നെയും പോവാന്നെല്ലാം തോന്നും. ശരിക്കും ബർത്ത്ഡേ വിശേഷം എന്ന് പറയാൻ ഇതിലൊന്നുമില്ല. നമ്മൾ കുറേ ഫുഡെല്ലാം വാങ്ങി കഴിച്ചു. ഇത് ഇത്രയാണ് സംഭവം. ഓരോ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നിനോടൊന്ന് മെച്ചമാണ്. ബ്രോസ്റ്റഡിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ മോച്ചോ എന്തെന്നെ കാണുന്നത്, അതിൻ്റെ ഒരു പേരെല്ലാം വേറെ ഉണ്ട്. ആ പേരൊന്നും എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. ഇങ്ങനത്തെ എല്ലാം ഹോട്ടലിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ നോമ്പായിക്കൂടാ. നോമ്പായെങ്കിൽ നമുക്ക് കുറേ തിന്നാനും കഴിയുന്നില്ല. തിന്നിട്ട് വന്നെങ്കിൽ തന്നെ കുറേ ടെൻഷനാക്കണം. പിന്നെ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് വരണം, കുറേ സമയം അവിടെ പോയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ എല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ട്. നോമ്പെല്ലാം കഴിഞ്ഞിട്ട് പോയെങ്കിൽ അടിപൊളിയായിട്ട് ഇരുന്നിട്ട് നല്ല സാവധാനത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. ഞാൻ നല്ല ചൂട് കോഫിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫിയെല്ലാം എത്തി ഗൈസ്. കോഫിയും അടിപൊളി കോഫി. പിന്നെ എല്ലായിടത്തെ കോഫി എനിക്ക് അങ്ങനെ കുടിച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടലില്ല. എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കോഫി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേപോലെ തന്നെയാണ് ഈ കോഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല ചൂട് കോഫിയെല്ലാം എത്തി ഗൈസ്. ഓരോ ഐറ്റം ഇങ്ങനെ വന്നുകൊണ്ടേ ഉണ്ട് ഗൈസ്. ഞങ്ങൾ മേങ്ങി സ്വീറ്റ്സ് ഇല്ലേ, അതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാതാ. നാക്കിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ, കൊതി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങൾ പോയിട്ട് കഴിച്ചേ തീരും. ഏത് തരം ഡെസേർട്ട് വേണമെങ്കിലും
ജംഗ്ഷൻ 14 പോയാൽ കിട്ടും. കുറേ തരമുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പേരെല്ലാം പഠിക്കാൻ നിന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു മാസമെല്ലാം എടുക്കും. ഇതാ കുനാഫ എല്ലാം ചേർത്തിട്ടുള്ള അടിപൊളി സംഭവമാണ് എന്തായാലും. ഇതിങ്ങനത്തെ ഒരു ഐറ്റം ഒന്നുമല്ല, പല പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി നോക്ക് ഗൈസ്. നിങ്ങൾ വിചാരിക്കണ്ട ഇത് പ്രൊമോഷൻ വീഡിയോ എന്ന്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലോ, ഇത് ഞാൻ പോയിട്ട് കഴിച്ച അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന മാത്രം. അങ്ങനെ എന്തെല്ലാം ഉണ്ടാടെ. നമ്മൾ ആടെ പോയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു വൈബാണ് വരുന്നത്. കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട്, ഭയങ്കര ലൈറ്റും. അതായത് ഒരാൾക്കാർ ഇപ്പോൾ ചാറുമുറി തിന്നാൻ വരും, മറ്റാൾക്കാർ മസാലപ്പൊരി തിന്നാൻ വരും, ചില ആൾക്കാർ പാനിപ്പൊരി തിന്നാൻ വരും, ചില ആൾ ചായ കുടിക്കാൻ വരും. പിന്നെ നെയ്ച്ചോറുണ്ടല്ലോ, നെയ്ച്ചോറും ബീഫും അതുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരും വന്നിട്ട് ഓരോ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു വൈബാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആദ്യം പോയപ്പാട് എൻ്റെ വലിയ മക്കൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം അവിടെ കുറേ ആൾ ഫാമിലി ആയിട്ടുള്ള സ്ഥലമില്ല എന്നെല്ലാം വിചാരിച്ചിട്ട്, ഇത് ഓപ്പണായ സ്ഥലമാണ്, അങ്ങനെ ഫാമിലി റൂം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നമുക്ക് കുറേ ലൈറ്റെല്ലാം കാണുമ്പോൾ ഏത് ഷോപ്പും ഭയങ്കര ഇഷ്ടമല്ലേ, അങ്ങനെ ഒരു പ്രതീകമാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും മോള് ഹാപ്പി ആയിരുന്നു. ഓള് വന്നിട്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ മോൾക്ക് വലിയ ബേജാറുണ്ടായിന്, സ്കൂൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്കൂളിലേക്ക് ബർത്ത്ഡേ ആയിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, ആ ഒരു ബേജാറൊക്കെ നല്ലോണം ഉണ്ടായിന്. പിന്നെ രാത്രി ഹോട്ടലിലേക്കെല്ലാം പോയി ഫുഡ് കഴിച്ച് രണ്ടാമത്തെ മോളും വന്ന് മൂത്ത മോളും വന്ന് ആരും വരില്ലാന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓരെല്ലാം വന്നിട്ടാകുമ്പോൾ നല്ല സന്തോഷമായി, സ്കൂളില്ലാത്ത ബേജാറെല്ലാം തീർന്ന്. അങ്ങനെ എല്ലാവരും എല്ലാ ഫുഡും കഴിച്ച് ഗൈസ്. ഫുഡ് കഴിക്കാനുള്ളൊരു വൈബ് ഉണ്ടല്ലോ ആടെ. എല്ലാ ഹോട്ടലിലും പോയി നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരാമെന്നെല്ലാം തോന്നലുണ്ട്. ആടെ എത്തിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ സാവധാനത്തിൽ കഴിച്ചിട്ട് നമുക്ക് തിരക്കൊന്നും ആക്കിയിട്ട് വരാൻ തോന്നില്ല. അത്രയും നല്ലൊരു വൈബാണ് അവിടെ. നല്ല അടിപൊളി മ്യൂസിക്കെല്ലാം വെച്ചിട്ട് കുറേ ആൾക്കാരും, എന്തോ ഒരു രസം തന്നെ അവിടെ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ചെറിയൊരു പാർസലും വാങ്ങി അവിടുന്ന്. അതായത് പെരക്കെത്തി കഴിഞ്ഞാൽ അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണം, അപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. അങ്ങനെയാണ് പാർസൽ വാങ്ങിയത്. അങ്ങനെ ഗൈസ് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, പാർസലും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. ഇനി നിങ്ങൾക്ക് ഈ ഹോട്ടലിൻ്റെ പുറം ഭാഗമെല്ലാം കാണിച്ചു തരാം. നല്ല സൗകര്യമൊക്കെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുള്ളൊരു സ്ഥലമാണിത്. ഞങ്ങളെല്ലാവരും ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇല്ലേ മണി 12 എന്നിട്ട് നേരെ ഞങ്ങളെ പരിക്കേക്കാണ് പോയത്. എൻ്റെ പരിക്കേക്ക് ഇവിടെ കണ്ട പുറത്തുള്ള കാഴ്ച. രാത്രി ഭയങ്കര ലൈറ്റിലായിട്ട് എന്ത് പാങ്ങ് നോക്കിയാൽ. ഇപ്പോൾ പരിക്കെത്തുമ്പോൾ എല്ലാവരും കിടന്നിട്ട് ഉറങ്ങീന്. എന്നിട്ട് ഞങ്ങൾ ബെല്ലാക്കിയിട്ടാകുമ്പോൾ എല്ലാവരും എണിച്ച് മമ്മിയെല്ലാം എണിച്ചിട്ട് വന്ന്. കാരണം ഇവർ രാവിലെ പോവും, 5 മണിൻ്റെ ബസ്സിലേക്ക് പോവും. അപ്പോൾ പിന്നെ മമ്മീനെ കാണാനും ഉണ്ടാനും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മമ്മീനെല്ലാം പോയിട്ട് വിളിച്ച് എണിപ്പിച്ച്. അപ്പം എൻ്റെ ആങ്ങളുടെ പുള്ളെല്ലാം എണിച്ച് ഓർക്ക് വേണ്ടിയിട്ട് ലോഡഡ് ഫ്രൈസ് ഇല്ലേ അതും വാങ്ങിയിട്ടുണ്ടായിന്. അതെല്ലാം ഓർക്ക് തിന്നാൻ കൊടുത്തിട്ടായിട്ട് കുറേ ഫോട്ടോ എടുത്ത്. ഓരൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് എൻ്റെ മോക്കൊരു ജീവൻ വരുന്നത്. അങ്ങനെ ഓർ കുറേ ഫോട്ടോ എല്ലാം എടുത്ത് ഗൈസ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ വൈബും. എൻ്റെ മോളുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ കുത്തിരിക്കുമ്പോൾ ഓർക്കും പേനയാന്നില്ലേ. ഇതിങ്ങനെല്ലാം പോയിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് ഗൈസ്. എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കാക്കിയിട്ട് സപ്പോർട്ടാക്കണം. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കിയിട്ടും എന്നെ സപ്പോർട്ടാക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ കമൻ്റായിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.